ഇന്ന് നമ്മുടെ റെസിപ്പി ചോറ് ചേർത്തിട്ടുള്ളൊരു ചപ്പാത്തിയാണ് കേട്ടോ. അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് അളവാണ് പറയുന്നത്. 1.5 ഗ്ലാസ് ചോറെടുത്തിട്ടുണ്ട്. അതിലേക്ക് അതേ ഗ്ലാസ്സിലൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നല്ല തിക്കായിട്ട് അരച്ചെടുക്കാം, അധികം വെള്ളം ചേർക്കണ്ട. ഇനി അതിലേക്ക് നമ്മൾ സെയിം അളവ് തന്നെ ഒരു 1.5 ഗ്ലാസ് മൈദ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് കുറേശ്ശെ മൈദ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോറ് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ നമുക്ക് മൈദ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് മൈദ ഇട്ട് ആഡ് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കയ്യിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ മതിയെങ്കിൽ അത് ഉപയോഗിക്കാം. അത് വെച്ചിട്ട് നന്നായിട്ടൊരു ചപ്പാത്തിക്ക് കുഴക്കും പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ചെറിയൊരു ബോളായിട്ട് എടുക്കാം. ഇനി സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ നമുക്ക് പരത്തി കൊടുക്കാം. ചപ്പാത്തി പ്രസ്സിലും കയ്യിലൊക്കെ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ടുണ്ടാവണം. നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് നമുക്കിതേപോലെ മടക്കിയെടുക്കാം. 4 സൈഡിൽ നിന്നും മടക്കിയെടുക്കണം. അതിനുശേഷം നമുക്കത് വീണ്ടും ഒന്നുകൂടെ പരത്തിയെടുക്കണം. നമുക്കിപ്പോൾ അത് സ്ക്വയറായിട്ട് തന്നെ പരത്തിയെടുക്കാം. അതായത് ഇപ്പോൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് നൈസായിട്ട് പരത്തണ്ട. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നവർക്ക് ഓയിലിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് ചുട്ടെടുക്കാം. നന്നായിട്ട് പൊങ്ങി വരും, നല്ല സോഫ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. നമുക്ക് പൊറോട്ട കഴിക്കുന്ന പോലെ നല്ല ലെയറായിട്ട് വരുന്ന കണ്ടില്ലേ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാം. പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.